വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് നോപുരധ്വനികൾ ഉയർത്തി നൃത്തസംഗമം. നാട്യാലിയ നൃത്തവിദ്യാലയത്തിന്റെ 36ാം വാർഷികം വർണ്ണാഭമായി. കലയുടെയും സംസ്കാരത്തിന്റെയും ഈരടികൾ നെഞ്ചേറ്റുന്ന മൂവാറ്റുപുഴയുടെ തീരത്ത് വീണ്ടും നൂപുരധ്വനികൾ മുടക്കി നൃത്തസംഗമം. ഭാരതി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പ്രശസ്ത നൃത്തവിദ്യാലയമായ നാട്യാലയയുടെ 36ാമത് വാർഷികാഘോഷങ്ങളാണ് നഗരത്തെ കലാലഹരിയിലഴ്ത്തിയത്. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിലെ കൈലാസം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി കലാകാരികൾ അരങ്ങു കീഴടക്കിയത് ദൃശ്യവിസ്മയമൊരുക്കിയാണ്. 5 വയസ്സുകാരി മുതൽ 50ാം വയസ്സിലെത്തിയവർ വരെ ഒരേ താളത്തിൽ ചുവട് വെച്ചപ്പോൾ അത് കാണികൾക്ക് വേറിട്ടൊരനുഭവമായി. നാട്യാലയയിൽ നിന്നും നൃത്തം അഭ്യസിച്ച 48 കലാകാരികളാണ് ചിലങ്കി അണിഞ്ഞ് വേദിയിലെത്തിയത്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി തുടങ്ങിയ ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ അവയുടെ തനിമ ചോരാതെ തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ അവതരിപ്പിച്ചത് നാട്യാലയയുടെ ചിട്ടയായ പരിശീലനത്തിന്റെ തെളിവായി മാറി. നാട്യാലയയുടെ സാരഥി ഗുരു രവികുമാറിന്റെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ച് ഇന്ന് വിവിധയിടങ്ങളിൽ സ്വന്തമായി നൃത്തവിദ്യാലയങ്ങൾ നടത്തുന്ന ശിഷ്യരും ഈ വാർഷികാഘോഷത്തിൽ ചമയങ്ങളണിഞ്ഞ് വേദിയിലെത്തി. ഗുരുവിനോടുള്ള ആദരസൂചകമായി അവർ അവതരിപ്പിച്ച നൃത്തരൂപങ്ങൾ വാർഷികാഘോഷത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു. കലയുടെ തലമുറ മാറ്റവും ഗുരുകുല സമ്പ്രദായത്തിന്റെ നന്മയും വിളിച്ചോതുന്നതായിരുന്നു ഈ സംഗമം. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെയായി മൂവാറ്റുപുഴയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ നാട്യാലയ നൽകുന്ന സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. കേവലം ചുവടുകൾ പഠിപ്പിക്കുന്നതിലുപരി ശാസ്ത്രീയ നൃത്തത്തിന്റെ ആത്മീയവും ദാർശനികവുമായ വശങ്ങൾ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ ഈ വിദ്യാലയത്തിന് സാധിക്കുന്നു. കല എന്നത് ഈശ്വര പൂജയാണെന്ന തത്വം മുറുകെ പിടിച്ചാണ് ഓരോ വർഷവും മെയ് 2-ന് നാട്യാലയ തങ്ങളുടെ വാർഷികം സംഘടിപ്പിക്കുന്നത്. കലയെ സ്നേഹിക്കുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ ഭാവവും താളവും മേളവും ഒത്തുചേർന്ന ഒരു ദൃശ്യ ശ്രവ്യ വിരുന്നായി നാട്യാലയയുടെ 36ാം വാർഷികം കലാസ്വാദകരുടെ മനസ്സിൽ ഇടം പിടിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.